മോളെ, തെറ്റ് ചെയ്തു പോയി. മാപ്പ് തരാനുള്ള കാരുണ്യമെങ്കിലും നിനക്കില്ല. രാധേ, ഇതിനൊരു തീരുമാനം എടുക്കേണ്ടത് നീയാണ്. ഞാൻ എന്താ തീരുമാനം എടുക്കേണ്ടത്? അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ അവന്റെ കൂടെ ഇറങ്ങിപ്പോണോ? അമ്മ പറയൂ. എനിക്കൊന്നും പറയാനില്ല. പക്ഷേ നിന്റെ അച്ഛൻ ഹൃദയം പൊട്ടി മരിക്കാതിരിക്കണമെങ്കിൽ നീ വിചാരിച്ചാലേ പറ്റൂ. ഒന്നുകിൽ നിന്റെ കഴുത്തിൽ താലി കയറണം, അല്ലെങ്കിൽ ഞാൻ വിധവയാകും. എന്ത് വേണമെന്ന് വെച്ചാ നീ തീരുമാനിച്ചോളൂ. എന്ത് പറഞ്ഞു? നിനക്ക് കഴിഞ്ഞാൽ ഒടിച്ചു കളയും. നീ പെണ്ണായിപ്പോയി, അതുകൊണ്ട് തന്നെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. പോ ശവമേ. ഒന്നുകിൽ നിന്റെ കഴുത്തിൽ താലി കയറണം, അല്ലെങ്കിൽ ഞാൻ വിധവയാകും. എന്ത് വേണമെന്ന് വെച്ചാ നീ തീരുമാനിച്ചോളൂ. എന്റെ അച്ഛൻ താമരശ്ശേരി ഗോപാലകുറുപ്പ് അന്തസ്സുള്ള മനുഷ്യനാണ്. അദ്ദേഹം ഇന്നുവരെ പറഞ്ഞിട്ടുള്ള വാക്കുകളെല്ലാം പാലിച്ചിട്ടുണ്ട്. ആ അച്ഛന് വേണ്ടി ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കുന്നു. സുരേന്ദ്രനും രാധക്കുഞ്ഞിനും, സുരേന്ദ്രനും രാധക്കുഞ്ഞിനും, സുരേന്ദ്രനും രാധക്കുഞ്ഞിനും, സുരേന്ദ്രനും രാധക്കുഞ്ഞിനും, സുരേന്ദ്രനും രാധക്കുഞ്ഞിനും, സുരേന്ദ്രനും രാധക്കുഞ്ഞിനും, ചെയ്ത് കുറച്ചു നേരം നിങ്ങളെല്ലാം ഇവിടെ തന്നെ ഇരിക്കണം. ഞങ്ങൾ ഇപ്പൊ വന്നേക്കാം. വരൂ രാധ. ഈ ആഭരണങ്ങൾ അഴിക്കൂ, അഴിക്കൂ. ഞാൻ പന്തയം വെച്ചത് രാധയെ മാത്രമാണ്, അവളുടെ സ്വത്തിനെ. ഇതാ വരൂ. ഈ വിവാഹം മംഗളകരമായി നടത്തിത്തന്ന നിങ്ങളോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് വിവാഹം. കൊട്ടും കുരവയും സദ്യയുമെല്ലാം അതിന്റെ ചടങ്ങുകളാണ്. ഇത് പെട്ടെന്ന് നടന്ന ഒരു വിവാഹമായതുകൊണ്ട് ഒരു വയറ് ചോറ് തരാൻ പോലും ഞങ്ങൾക്ക് നിവൃത്തിയില്ലാതായിപ്പോയി. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സദയം ക്ഷമിച്ച് ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കും. സുഹൃത്തുക്കളെ, ഇത് നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ഒരു വിവാഹമായിട്ട് കരുതണം. അതുകൊണ്ട് വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കി മൃഷ്ടാന്ന ഊണും കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് പോകാൻ പോകുന്നുള്ളൂ. ഇപ്പൊ എങ്ങനെയാ സദ്യ ഒരുക്കുന്നത്? ഒരുമിച്ച് നിന്നാൽ മതി. യഥാശക്തി മഹാബലം. അവരവർ കഴിവുള്ള സാധനങ്ങൾ ശേഖരിച്ചുകൊണ്ട് വരിക. നമുക്ക് വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കുകയാം. ആ പോയി മോരെ. രാധേ, വരൂ, ഊണ് കഴിക്കൂ. എനിക്ക് വേണ്ട. പകലാണെങ്കിലല്ലേ ആരെങ്കിലും കണ്ടാൽ കുറച്ചിലാണെന്ന് വിചാരിക്കാനുള്ളൂ. ഇപ്പൊ എല്ലാരും പിരിഞ്ഞു പോയില്ലേ? വരൂ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നെ ഊട്ടാൻ വന്നിരിക്കുന്നു. ശാന്തേ, നീ എന്തിനാ നിർബന്ധിക്കുന്നത്? വിശക്കുമ്പോ താനേ കഴിച്ചോളും. ചേട്ടനൊന്നും മിണ്ടാതിരിക്കാമോ? എടി, ഭർത്താവ് ഊണ് കഴിച്ചതിന് ശേഷം ആ എച്ചിലയിലെ ഭാര്യ ഉണ്ണാവൂന്നാണ് ശാസ്ത്രം.
അതല്ലേ നിന്റെ നാത്തൂൻ ഊണ് കഴിക്കാതിരിക്കുന്നത്. ഇന്നത്തെ ഊണ് അമൃത് പോലിരിക്കുന്നു. അമ്മയുടെ കൈകൊണ്ട് വെച്ച് വിളമ്പിയതല്ലേ? കുഞ്ഞെ, ഏതായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു. നീ വിശന്നിരുന്നിട്ട് എന്താ ഫലം? വന്ന് ഊണ് കഴിക്ക്. എനിക്ക് വേണ്ട. എന്തെങ്കിലും കുറച്ച് കഴിക്കൂ കുഞ്ഞെ. നീ ഇവിടെ വന്നിട്ട് ജലപാനം പോലും കഴിക്കാതിരുന്നാൽ ഞങ്ങൾക്കത് വലിയ വിഷമമാണ്. അമ്മേ, അവരൊക്കെ രാത്രി പാലട കഴിച്ച് ശീലിച്ചിട്ടുള്ളവരാണ്. നമുക്കിപ്പോ അത് ഉണ്ടാക്കി കൊടുക്കാനുള്ള ശേഷിയുണ്ടോ? നീ പോടാ. വിശപ്പ് തോന്നുമ്പോ നമ്മുടെ ചോറ്റിന് രുചി കാണും, അവള് താനേ പോയി കഴിച്ചോളും. നിങ്ങളൊക്കെ പോയി ഊണ് കഴിക്കും. അയ്യോ, ഇതെന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? എന്റെ പെട്ടിയും പായം തലേനെ സാധനങ്ങളും എല്ലാം ഇങ്ങോട്ട് എടുക്കും. എന്തിനാ? ഞാൻ ഇനി ഈ വീട്ടിൽ താമസിക്കുന്നില്ല. ഈ മനുഷ്യന് ഇത് എന്ത് പറ്റി? ഇനി എന്തോ പറ്റാൻ ഞാൻ എങ്ങോട്ടെങ്കിലും പോവുകയാണ്. എന്നാ പിന്നെ നിങ്ങൾ പോകുന്നിടത്തേക്ക് ഞങ്ങളും കൂടെ വരാം. നീ എന്തിനാണ് വരുന്നത്? നിനക്ക് നിന്റെ മോനില്ലേ? ഒന്നുകിൽ അവൻ അല്ലെങ്കിൽ ഞാൻ. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ചേട്ടന്റെ കല്യാണം കഴിഞ്ഞ ദിവസമല്ലേ? ഓടി അവിടെ. അവൻ നടത്തിയത് കല്യാണമല്ലടി, എന്റെ പട്ടണയ്ക്ക് തീ വെച്ചതാ. അച്ഛാ, എല്ലാത്തിനെയും കൊന്ന് ഞാൻ ഈ വീടിന് തീ വെക്കുമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, ഇതിനകത്തിരിക്കുന്നത് എന്റെ പൊന്നുമോളാളുടെ മകളായി പോയി. അയ്യോ, അവള് നമ്മുടെ മരുമകളായിപ്പോ. മരുമകളെ കൊന്നുകളയും. അച്ഛാ, അച്ഛൻ എന്തിനാ ഈ ബഹളം ഉണ്ടാക്കുന്നത്? ഞാൻ കാരണം അച്ഛൻ വീട് വിട്ടു പോകണ്ട. രാധയെ വിളിച്ചോണ്ട് ഞാൻ ഇവിടെ പോയിക്കോളാം. നീ എന്താണ് പറഞ്ഞത്? മാനോ മര്യാദയായിട്ട് ജീവിച്ചിരുന്ന ഒരു പെൺകൊച്ചിനെ ചതിവില് ഇവിടെ വിളിച്ചുകൊണ്ട് വന്ന് തീ തീറ്റിക്കുന്നതും പോരാ, അതിനെ വിളിച്ചുകൊണ്ട് തെരുവിലിറങ്ങുന്നു. അത് കാണാൻ നിന്റെ തന്ത ഇവിടെ ഇരിക്കയില്ല. നീയായി നിന്റെ ആൾക്കാരായി ഞാൻ എന്റെ പോക്കിൽ പോകാം. അച്ഛാ, അച്ഛാ, നീ പോയി കിടന്നുറങ്ങടാൻ പോലെ. അച്ഛന്റെ അരിശം തീരുമ്പോ അച്ഛൻ ഇങ്ങ് തിരിച്ചു വരും. നീ എന്താണ് പറഞ്ഞത്? ഞാൻ തിരിച്ചു വരുമെന്ന്? എന്റെ തന്ത വരും. എന്റെ ഭഗവാനെ, തുടങ്ങി ഞാൻ വെച്ച് വീക്കി തരും. എന്നെ പിടിക്കണ്ട, നീ നിന്റെ മോനെ പോയി പിടി. അല്ലേ, ഈ പായം ചുറ്റിക്കൊണ്ട് എങ്ങോട്ടേക്കാ? ചുടുകാട്ടിലേക്ക്. ചത്തിട്ട് പോയ പോരെ. ചിരിക്കാടി. എടീ, നീ എല്ലാം കൂടി വാശി പിടിച്ചിട്ടല്ലേ സുരേന്ദ്രനെ കൊണ്ട് രാധ പിന്നെ കല്യാണം കഴിപ്പിച്ചത്. ഇനി എന്റെ വീട്ടിലേക്ക് ഞാൻ കാല് കുത്തത്തില്ല. അത് ശരി. അപ്പൊ കല്യാണം നടത്തിയോണ്ട് വീട്ടിൽ നിന്ന് പിണങ്ങിയിറങ്ങാനായിരിക്കും. ഇനി എന്തിനാ പിണക്കം വഴക്കമൊക്കെ? വീട്ടിലേക്ക് പോയാട്ടെ. ഞാൻ വല്ല ഏറുമാടത്തിൽ പോയി കിടന്നാലും വീട്ടിലേക്ക് പോകില്ലടി. എന്നാ പിന്നെ ഇവിടെ കിടന്നോളേ. നീ എന്തോട് പറഞ്ഞത്? ഇവിടെ കിടക്കാൻ എന്റെ തന്ത വന്ന് കിടക്കും. ഞാൻ ആണുങ്ങളെ പോലെ കുറുപ്പദ്ദേഹത്തിന്റെ തിണ്ണേ പോയി കിടക്കും. അവളുടെ തിണ്ണേ പോയി കിടക്കുന്ന ഇഷ്ടമല്ലേ? തിണ്ണയിലല്ലെങ്കിൽ വേണ്ടി വന്നാൽ അവരുടെ പട്ടിക്കൂട്ടി കിടക്കൂടി ഞാൻ. അത് കൊള്ളാം. ഒന്നില്ലെങ്കിലും അവിടെ പറ്റി കൂട്ടുകാരുണ്ടാവുമല്ലോ. ആ, അങ്ങനെ പറയടി മാലേ. നീ എന്തോടി പറഞ്ഞത്? ആ, അപ്പൊ നീ എന്നെ പട്ടിയൊക്കെ ഇരുന്നല്ലേ? എന്റെ തന്താടി പട്ടി. രാധേ, നമ്മുടെ ജീവിതം ആരംഭിക്കാൻ പോകുന്ന പ്രഥമ രാത്രിയാണെന്ന്. ഇങ്ങനെ ഒരു തുടക്കം നീ പ്രതീക്ഷിച്ചു കാണുന്നില്ല. ഏതോ മാളികയിലെ മണിയറയായിരിക്കും നീ സ്വപ്നം കണ്ടിരുന്നത്. പക്ഷെ വന്നെത്തിയത് ഈ കുടിലായിപ്പോയി. നമ്മൾ രണ്ടു വർഗത്തിൽപ്പെട്ടവരാണ്. നീ ഈ നാട്ടിലെ ഒരു ലക്ഷപ്രഭുവിന്റെ മകൾ. ഞാനാണെങ്കിൽ ആ ലക്ഷപ്രഭുവിന്റെ ചവിട്ടുമത്തായി കഴിയുന്ന ഒരു പാവപ്പെട്ടവന്റെ മകൻ. നമുക്ക് രണ്ടുപേർക്കും ഭുവങ്ങളുടെ അകലമുണ്ട്. പക്ഷേ നമ്മൾ രണ്ടുപേരും മനുഷ്യരാണ്. മനുഷ്യൻ മനുഷ്യനെ അടിമയാക്കുന്ന ഏർപ്പാട് എനിക്കിഷ്ടമല്ല. ആ പാരമ്പര്യത്തിനെതിരായുള്ള എന്റെ ധിക്കാരമാണ് ഈ വിവാഹം. രാധേ, നിയമപരമായി ഇന്ന് നമ്മൾ രണ്ടുപേരും ഭാര്യാഭർത്താക്കന്മാരാണ്. പരസ്പരം സ്നേഹിക്കാനും വിശ്വസിക്കാനും നമുക്ക് കഴിയണം. നീ ഇഷ്ടപ്പെട്ട ഒരു ജീവിതം നിനക്ക് കിട്ടിയില്ലായിരിക്കാം. പക്ഷേ
കിട്ടിയ ജീവിതത്തെ ഇഷ്ടപ്പെടാനും ഇണങ്ങിച്ചേരാനും നീ ശീലിച്ചേ മതിയാണ്. എന്താ രാധ ഒന്നും മിണ്ടാത്തത്? എന്നെ തൊട്ടുപോയത് രാധേ, ഈ ജന്മം ഞാൻ നിങ്ങളെ ഭർത്താവായി അംഗീകരിക്കില്ല. നിങ്ങൾ വലിയ നീതിബോധം പ്രസംഗിച്ചല്ലോ. ഒരു പെണ്ണിനെ ബലാത്കാരമായി പിടിച്ചോണ്ട് പോയി കല്യാണം കഴിക്കുന്നത് പാപമാണെന്ന് പഠിച്ചിട്ടില്ലേ? എന്റെ അച്ഛന്റെ കാരുണ്യമില്ലെങ്കിൽ കഞ്ഞി വെക്കാൻ മാർഗമില്ലാത്ത ഈ വീട്ടിൽ നിങ്ങൾ എന്നെ കൊണ്ടുവന്നത് ഭാര്യയാക്കാനല്ല, പക വീട്ടാനാണ്. ഞങ്ങൾ സുഖമായി ജീവിക്കുന്നതിനുള്ള അസൂയ കൊണ്ടാണ്, എന്റെ അച്ഛന്റെ സ്വത്ത് കൈയടക്കാനുള്ള ദുരാഗ്രഹം കൊണ്ടാണ്. നിങ്ങൾ പൗരുഷമുള്ളവനാണെങ്കിൽ നിങ്ങളെ മനസ്സുകൊണ്ട് ഭർത്താവായി സ്വീകരിക്കാത്ത എന്നെ നിങ്ങൾ തൊട്ടുപോകരുത്. രാധേ, നീ എന്നെ ഇത്രയും പുച്ഛിച്ച് സംസാരിച്ചത് നീ ഒരു പണക്കാരന്റെ മകളായതുകൊണ്ടാണ്. നീ ഇപ്പൊ എന്റെ ഭാര്യയാണ്, എന്നെ അനുസരിക്കേണ്ടവളാണ്. നീ എന്നെ അനുസരിച്ചില്ലെങ്കിൽ അനുസരിപ്പിക്കാനുള്ള കഴിവും എനിക്കുണ്ട്. ഈ കിടപ്പറയിൽ വെച്ച് എന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാനുള്ള കരുത്തും എനിക്കുണ്ട്. പക്ഷേ എന്റെ പെറ്റമ്മയെ സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ്, ഈ ജീവിതത്തിൽ എന്നെ നിന്റെ ഭർത്താവായി നിന്റെ മനസ്സിൽ സ്വീകരിക്കുന്നവരെ നിന്റെ ശരീരത്തിൽ ഞാൻ തൊടുകയില്ല. ഇത് സത്യം.